പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥ കടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ആഴ്ചയുടെ ആദ്യ ദിവസം ഞായറാഴ്ച വൈകിട്ടായി. വലിയ പ്രതീക്ഷയോടുകൂടെ ആരംഭിച്ചതായിരുന്നു അവരുടെ യാത്ര. ഗലീലി തടാക തീരത്ത് വെച്ച് ആദ്യം കണ്ടുമുട്ടിയ നിമിഷം മുതലേ യേശുവിൻ്റെ വ്യക്തിത്വം അവരെ ആകർഷിച്ചിരുന്നു. അവനെ അനുഗമിക്കാൻ വേണ്ടി വള്ളവും വലയും മാത്രമല്ല, കുടുംബവും കൂടി ഉപേക്ഷിച്ചിട്ടാണ് ആ ശിഷ്യന്മാർ ഇറങ്ങിത്തിരിച്ചത്. കഴിഞ്ഞ 3.5 വർഷത്തെ യാത്രയിൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ അവർക്കുണ്ടായി. പക്ഷേ ഇപ്രകാരം ഒരു ദുരന്തത്തിലായിരിക്കും ഇത് കലാശിക്കുമെന്ന് അന്നൊന്നും അവർ പ്രതീക്ഷിച്ചില്ല. അവരുടെ ജീവിതമാകെ തകിടം മറിഞ്ഞു ദുഃഖ വെള്ളിയാഴ്ച. തങ്ങളുടെ ഗുരുവിനെ കലാപകാരി എന്ന് മുദ്രകുത്തി റോമൻ കോടതി വിചാരണ ചെയ്ത് കുരിശിൽ തറച്ചു കൊന്നു. അതിനു മുമ്പ് തന്നെ സാൻഹദ്രിൻ സംഘം, യഹൂദ മത നേതൃത്വം യേശുവിനെ ദൈവദൂഷകനായി കണ്ട് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞിരുന്നു. ഇങ്ങനെ കലാപകാരിയും ദൈവദൂഷകനുമായി മതവും രാഷ്ട്രവും ഒരുപോലെ സാൻഹദ്രിനും റോമൻ കോടതിയും വധശിക്ഷ വിധിച്ച് കുരിശിൽ തറച്ചു കൊന്നവൻ്റെ അനുയായികളായിരിക്കുക എന്നത് അപകടകരമായിരുന്നവർക്കറിയാം. ഗുരുവിനെ കൊന്നവർ തങ്ങളെയും നോട്ടമിട്ടിരിക്കുന്നെന്ന ബോധ്യമായവർ എലികളെപ്പോലെ മാളങ്ങളിൽ ഒളിക്കുകയായിരുന്നു. അവർ വാതിലുകൾ അടച്ചു കഴിയുകയാണ്. സുവിശേഷം പറയും, യഹൂദരെ ഭയന്ന്. അത് രാത്രിയായി. ആഴ്ചയുടെ ആദ്യ ദിവസം, പ്രത്യാശ നൽകുന്ന ദിവസമാണ് ഞായറാഴ്ച. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് യാതൊരു വകയും ഇനിയും അവശേഷിച്ചിട്ടില്ല. പ്രകാശമില്ലെന്നല്ല, പ്രത്യാശയുടെ ഒരു നുറുങ്ങുവട്ടം പോലും, ഒരു നക്ഷത്രം പോലും മിന്നാത്ത ഒരു അന്ധകാരത്തിലാണ് അവർ. ഇങ്ങനെ ഭയന്ന് ഒളിച്ചിരിക്കുന്ന വ്യക്തികൾ, അത് ശിഷ്യന്മാർ മാത്രമല്ല എന്നോർക്കുക. ജീവിതത്തിലെ പരാജയത്തിൽ, ഭയത്തിൽ ആണ്ടുപോകുന്ന ഏത് വ്യക്തിയുടെയും പ്രതീകമാണ്. ആരിലും ഇനി ആശ്രയിക്കാൻ അവസരമില്ല. രക്ഷപ്പെടാൻ ഒരു മാർഗവും അവശേഷിച്ചിട്ടില്ല. പ്രതീക്ഷയ്ക്ക് ഒന്നും വകയില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ആയിരിക്കുന്ന വ്യക്തികൾ ഇതുപോലെ വാതിലടച്ചിരിക്കുന്നവരാണ്, അന്ധകാരത്തിൽ കഴിയുന്നവരാണ്. അവരുടെ എല്ലാം പ്രതീകമാണ് സുവിശേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ അപ്പസ്തോലന്മാർ. ഇവരുടെ മധ്യത്തിലേക്കാണ് യേശു കടന്നു വരുന്നത്. വാതിലുകൾ അടച്ചിരിക്കെ തന്നെ തുറക്കാത്ത വാതിലിൻ്റെ ഉള്ളിലേക്ക് കർത്താവ് കടന്നു വന്നു. അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ആശംസിച്ചു, നിങ്ങൾക്ക് സമാധാനം. യേശുവിൻ്റെ സമാധാനം ഇന്നും നമുക്ക് കാതുകളിൽ മുഴങ്ങണം. പ്രത്യാശ നഷ്ടപ്പെടുന്നിടത്ത് പ്രത്യാശയുമായിട്ട് കടന്നു വരുന്നവനാണ്. കുരിശ് എല്ലാറ്റിൻ്റെയും അവസാനമല്ലെന്ന് ഓർക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തേ എന്നെ നീ കൈവെടിഞ്ഞു എന്ന് നിലവിളിച്ചവൻ പിതാവ് ഇറങ്ങി വരും എന്ന് വിചാരിച്ചില്ല. അഥവാ പിതാവ് ഇറങ്ങി വന്നില്ല. മരിച്ചിട്ടും പിതാവ് വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യേശുവിൻ്റെ കുരിശിൽ നിന്ന് വെല്ലുവിളിച്ചു താഴെയുണ്ടായിരുന്ന ശത്രുക്കൾ, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഇറങ്ങി വരിക. അവൻ ഇറങ്ങി വരാൻ സാധിച്ചില്ലാത്തവ ഇറങ്ങി വന്നില്ല. പക്ഷേ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചെടുത്ത് പിതാവ് വന്നു. മരിച്ചു 3-ാം ദിവസം അവൻ ഉത്ഥാനം ചെയ്തു. മരണത്തിനപ്പുറത്തേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമുക്കും അനുഭവവേദ്യമാകും. മരണത്തെ ജയിച്ചവനാണ്. അടച്ചിട്ടിരുന്ന വാതിലുകളിലൂടെ കടന്നു വന്ന് ശിഷ്യന്മാരുടെ മധ്യേ നിന്നത്. അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് പ്രത്യാശയുടെ പ്രകാശവുമായി കടന്നു വന്നു. അവൻ ആശംസിച്ചതാണ്, നിങ്ങൾക്ക് സമാധാനം. കടന്നു പോകുന്ന ഒന്നല്ല അത്. ലോകം തരുന്നത് പോലെയല്ല ഈ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഈ സമാധാനം എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. യേശുവിൻ്റെ ഈ വാഗ്ദാനം നമുക്കും ബാധകമാണ്. സഹോദര, സഹോദരി, നിൻ്റെ അവസ്ഥ എന്തുമാവട്ടെ, അവിടുത്തെ സമാധാനം നിനക്കിതാ വെച്ചു നീട്ടുന്നു. ഹൃദയം തുറക്കുക, കണ്ണു തുറക്കുക, കാത് തുറക്കുക. ആത്മാവിൽ അവിടുത്തെ സമാധാനത്തിൻ്റെ സന്ദേശം മുഴങ്ങട്ടെ. യേശു തരുന്ന സമാധാനം എപ്പോഴും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ.